കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീകുമാരി ചേച്ചിയാണ്. ഇവിടുന്ന് വളരെ ദൂരെയല്ല, കുറ്റിച്ചൽ എന്ന് പറയണത് ശരിക്ക് ഒരു 5 കിലോമീറ്ററൊക്കെ വ്യത്യാസത്തിലാണ് ചേച്ചിയുടെ വീട്. അതുപോലെ ഭഗവാന്റെ ആശ്രമവുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണിപ്പോൾ. ശരിക്ക് സജീവ പ്രവർത്തകയാണ് ചേച്ചിയാണ്. ഇന്ന് നമുക്ക് ചേച്ചി ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു, റിട്ടയർഡായതിനു ശേഷം ഇവിടുത്തെ സജീവ പ്രവർത്തകയും കൂടിയാണ്. ചേച്ചിയാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. ചേച്ചിയെ ഭഗവാന്റെ ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ചേച്ചി. ചേച്ചി കുറേ ജോലി ചെയ്തിട്ടുണ്ട്, കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ നമ്മളെ ആശ്രമം, ഭഗവാന്റെ ആശ്രമത്തിൽ വന്നതിന് ശേഷവും ഭഗവാന്റെ ആശ്രമത്തിലെ രീതികളെക്കുറിച്ചും ചേച്ചിയിലെ അനുഭവങ്ങൾ ചേച്ചി പങ്കുവയ്ക്കണം. ഞാൻ 2015 ഫസ്റ്റിലാണ് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത്. എനിക്ക് രാമായണം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനിങ്ങനെ ബാങ്കിലിരിക്കുമ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. വായനാശീലം ഉണ്ടായിരുന്നു ആദ്യം. അങ്ങനെ ഞാൻ ഈ പുസ്തകം വായിച്ച് റിട്ടയറായ വീട്ടിൽ ഒന്നും പുസ്തകം എടുത്തിട്ടൊന്നും എനിക്കൊരു എത്തും പിടിയില്ല വായിക്കാൻ. ഡിഗ്രി വരെ പഠിച്ച ആളാണ്, പക്ഷേ രാമായണമൊന്നും വായിച്ചിട്ട് ഓരോരുത്തരും കൊച്ചുനാളിലേ ഇങ്ങനെ ആരെങ്കിലും വായിക്കുമ്പോൾ അവരടുത്ത് നിന്ന് കേട്ടോണ്ടിരിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വയസ്സായ ഒരു മാമൻ എനിക്കൊരു പുസ്തകവും തന്നിട്ടുണ്ട്, പഴയ ഒരു രാമായണ പുസ്തകം. ഞാൻ ഇതെല്ലാം വാങ്ങിച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ചിന്താലയ ആശ്രമത്തിൽ രാമായണവും ഗ്രന്ഥങ്ങളും വേദാന്തവും ഒക്കെ പഠിപ്പിക്കണമുണ്ട്. അങ്ങോട്ട് പോയാൽ മതി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ തിരുത്തി തരും. അത് കേൾക്കാത്ത പാതി ഞാനിങ്ങോട്ട് വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഈ ആശ്രമമായിട്ട് സജീവമായി എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ ഉണ്ട്. അങ്ങനെ വന്ന് കേട്ടറിഞ്ഞാണ്. കൊച്ചുനാളിലെ ഞാൻ കൈനീട്ടം വാങ്ങിക്കാനും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇത്തിരി ഒരു ഓർത്തഡോക്സ് ആളാണ്. പെൺപിള്ളേരെയൊന്നും അങ്ങനെ വെളിയിലോട്ട് വിടുന്ന സ്വഭാവമൊന്നുമില്ല. 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച് പഠിത്തം നിർത്തി 18 വയസ്സായപ്പോൾ കല്യാണവും കഴിച്ചു കൊടുത്ത് അങ്ങനെയുള്ള ഒരു ആളായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ പഠിപ്പിച്ചതും ബാക്കി അതൊക്കെ ഞാൻ വെറുതെ അങ്ങനെ ഒന്ന് ജോലിക്ക് വേണ്ടി പഠിച്ചതല്ല. പിള്ളേരെ കൊച്ചുങ്ങളെ വല്ലതും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഡിഗ്രി വരെ പഠിച്ചത്. ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് SSLC ശരിക്കും പറഞ്ഞാൽ തോറ്റ് മതിയാക്കിയാണ്, കണക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ നല്ല മാർക്കോടെ ക്ലാസ്സോടെ പാസ്സായി, 2ാമത് എഴുതി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ ഈ കൊച്ചിന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം, പ്രീ ഡിഗ്രി. പഠിച്ചോ, എൻ്റെ കാര്യമൊന്നും മുടങ്ങരുത്. അതും ഡിഗ്രി. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി, ഡിഗ്രി കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ അമ്മ മരിച്ചു. പിന്നെ എനിക്ക് അങ്ങോട്ട് തുടർന്ന് പോകാൻ പറ്റിയില്ല. അതോടുകൂടി വച്ച് കിട്ടി.
അങ്ങനെയാണ് സൊസൈറ്റിയിലോട്ട് ഒരു ചെറിയ സൊസൈറ്റിയിൽ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെട്ട് അവിടെ 14 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് അന്ന് വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ ടെസ്റ്റ് എഴുതാനും ബാങ്കിൽ പോകാനും ഒക്കെ ഒരവസരം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ കഴിവല്ല കിട്ടിയത് എനിക്ക്. അങ്ങനെ ഞാനിവിടെ രാമായണം പഠിക്കാൻ വന്ന് എല്ലാ ഞായറാഴ്ചകളും വരാണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും വരാറുണ്ട്. ഭഗവാനെ പറ്റി എല്ലാം ഞാൻ കേട്ട് ഓരോ അനുഭവങ്ങൾ കേട്ട് ഓരോരുത്തരെന്നും പിന്നെ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ വന്ന് എനിക്ക് എന്ത് വിഷമഘട്ടമുണ്ടെങ്കിലും ഞാൻ മനസ്സ് വിചാരിക്കുമ്പോൾ അതെല്ലാം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചിലപ്പോൾ ഇവിടെയുള്ള ബസ്സിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അറിയാമല്ല, ചിലപ്പം വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ബസ്സില്ലെങ്കിൽ അന്ന് ആരെങ്കിലും പരിചയമുള്ളവർ എത്തിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ 41 ദിവസം ഇവിടെ അഖണ്ഡനാമം നടക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇവിടെ വരുന്നത്. അപ്പോഴും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് പറഞ്ഞ് ചേച്ചിക്ക് അറിയാമെന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ചാനലിന് വേണ്ടി പറയണമെന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ സ്വാമി നമ്മൾ അഗസ്ത്യ മുനി ഒരാളിങ്ങനെ കാണാൻ ആഗ്രഹപ്പെട്ട് ഇവിടെ വന്നെന്ന് ഭഗവാന്റെ കൂടെ ആവശ്യപ്പെട്ടതും അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഞാൻ പിന്നെ എനിക്കും കൂടെ ഒന്ന് കണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നി. ഞാൻ ഒരു ദിവസം ഇതേപോലെ തന്നെ അവിടെ ഇരിക്കുമ്പോൾ ആ ആശ്രമത്തിൻ്റെ അടുത്തിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ക്ലാസ്സിലിരിങ്ങനെ എൻ്റെ അടുത്ത് കൂടെ നടന്നു പോയതായിട്ട് ഒരനുഭവം എനിക്കുണ്ടായി. ഞാൻ എൻ്റെ അടുത്തിരുന്നവരോട് പറയുകയും ചെയ്തു. പിന്നെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ സ്വാമിയെ കാണാൻ വരുമ്പോൾ സ്വാമി അവിടെ ഇരിക്കുന്നപ്പോൾ ഞാൻ അയ്യോ ഇതാണോ സ്വാമി, പുതിയ ഒരു പ്രത്യേക ഒരു സാധാരണ ഒരു മനുഷ്യൻ. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വന്ന് എന്നെ വിളിച്ചു, സ്വാമി വിളിച്ചു ചോദിച്ചു പിള്ള എവിടെ നിന്ന് വരുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ ഇവിടെ മണ്ഡപം വരെ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടില്ല, എനിക്ക് അന്ന് അതിനെപ്പറ്റിയൊന്നും ഗ്രാഹ്യമില്ല, അതാണ് കാര്യം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറ്റിച്ചേരി മുൻകാലത്തെ എന്തോ അല്ലെങ്കിൽ ഇവിടെ എത്തൂല്ല, മുൻകാലത്ത് എന്തോ ആയിട്ട് ഇവിടെ ബന്ധമുണ്ട്, പൂർവ്വ ബന്ധമില്ലെങ്കിൽ ഒരിക്കലും പിള്ള എവിടെ എത്തൂല്ല എന്ന് പറയും. സംഭവം ഞാൻ ഒടുക്ക അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ സ്വാമിയെ ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അമ്മാവൻ അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവ് ഡ്രോയിങ് മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭഗവാൻ അവിടെ വരുമായിരുന്നു. മറ്റേ കുറ്റിച്ചെല്ലുള്ള പിന്നെ രാമൻപിള്ള എന്നാണ് പേര്, എനിക്കറിയാം. അങ്ങനെ അവിടെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ കൊച്ചുനാളിലെ കണ്ടിട്ടുണ്ട്. ഈ മാമ മരിച്ചത് അദ്ദേഹമാണ് അഗസ്ത്യരുടെ പടമൊക്കെ വരച്ച് സ്വാമിയുടെ പടം സ്വാമിയുടെ അഗസ്ത്യ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വാമിയെ ഞാൻ എവിടെയോ കൊച്ചുനാളിലെ കണ്ടിട്ടുള്ളതെങ്കിലും നല്ലൊരു ബന്ധം. അതിനുശേഷമാണ് കൂടെ ഞങ്ങൾ പോത്തങ്കോട് അവിടെയൊക്കെ പോകും. അപ്പോഴും ചോദിക്കുമായിരുന്നു നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു. ഞാനും എൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യയും കൂടെയാണ് പോയത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർക്കൊന്നും മുമ്പ് ഇവിടെ എങ്ങും വരാൻ പറ്റില്ല, ഇവിടെ ദുഷ്ടന്മാരായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സ്വാമിയെ കാണാനെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയെന്ന് ഞങ്ങളെ പിടിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ സന്തോഷമായിട്ട്. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വീടൊന്നും വച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും എൻ്റെ അച്ഛൻ വന്ന പഴയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ദൈവമേ എൻ്റെ മക്കൾക്കെങ്കിലും ഒരു വീട് വയ്ക്കാനുള്ള അനുഗ്രഹം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2 പേർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും കവിഞ്ഞ് നല്ല 2 വീട് വയ്ക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉള്ള അനുഭവം എനിക്കുണ്ട്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമക്കളെല്ലാം ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. മോൻ്റെ ഭാര്യ ഇവിടെ വർക്ക് ചെയ്യുന്നു, ദീപ. അത് ഞാൻ ഇവിടെ വരുമ്പം തന്നെ സാറ് പറയും, അപ്പോഴേ ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല, അവരുടെ വീട്ടിലായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാത്ത നമുക്കിവിടെ സ്കൂളിൽ എന്നൊക്കെ രാമകൃഷ്ണ സാർ എൻ്റെ കൂടെ പറഞ്ഞു. അങ്ങനെ അന്നൊന്നും അവർക്ക് ഇവിടെ വരാനുള്ള അവസരം കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായി, അവൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ.
അവർ 2 കുട്ടികളും മോളെ 2 കുട്ടികളും ഇവിടെ തന്നെ. മോൻ ഇപ്പോൾ മൂത്ത കുട്ടി +2 കഴിഞ്ഞിട്ട് ഇപ്പം നീറ്റിൻ്റെ പരീക്ഷ എഴുതിയിരിക്കുന്നു. ഭഗവാന്റെ കാര്യം ഉണ്ടെങ്കിൽ കിട്ടും നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞ്. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒന്ന് പറയാൻ ഈ സ്ഥലത്തിന് ഇപ്പം നാമജപം നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി നാമജപത്തിൽ പങ്കെടുക്കുന്നു, ഇവിടുത്തെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നു. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭഗവാന്റെ കർമ്മഭൂമിയാണ്. കർമ്മഭൂമി എന്ന് പറയാൻ കാരണം ഭഗവാൻ 50 വർഷക്കാലം ഇവിടെ ഇരുന്ന് കൂലിപ്പണി ചെയ്ത സ്ഥലമാണ്. 50 വർഷം, 1-2 വർഷമല്ല, 50 വർഷക്കാലം ഭഗവാന്റെ ജീവിതത്തിൻ്റെ ശരിക്ക് 87 വയസ്സ് വരെ ഭഗവാൻ ഇരുന്നെങ്കിൽ പോലും 50 വർഷവും ചെലവഴിച്ച സ്ഥലമാണ് കള്ളിക്കാട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ പോത്തങ്കോട് പോലും അത്രയും സമയം ചെലവഴിച്ചിട്ടില്ല. കാരണം ഈ സ്ഥലം അന്ന് ഭഗവാൻ പറഞ്ഞത് പോലെ ഈ കള്ളിക്കാട്, ഈ ദേവങ്കോട്, ഈ പ്രദേശം ഒരു കുഗ്രാമവും അതുമാത്രമല്ല ഒരു വൃത്തികെട്ട സ്ഥലമായിരുന്നു. വൃത്തികെട്ട സ്ഥലമായിരുന്നു. പോകാൻ പറ്റില്ല. വൃത്തികെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് അറിയാം. അത്ര ഒരു ശക്തമായിട്ടുള്ള ഒരു എന്തിന് എതിർപ്പ്, പിന്നെ സംസ്കാരം എന്നൊരു സാധനം ഇല്ല. ആര് നാക്കെടുത്താലും തെറി വാക്ക് ഉപയോഗിക്കാതെ സംസാരിക്കില്ല, സ്ത്രീയും പുരുഷനും. അപ്പോൾ പരസ്പരം സംബോധന ചെയ്യേണ്ടത് തന്നെ തെറി വിളിച്ചുകൊണ്ടാണ്. അപ്പം പിന്നെയോ ഒരു അസമയത്ത് കൂടെ അപരിചിതരായിട്ടുള്ള ഒരാളിന്, സ്ത്രീ എന്നല്ല പുരുഷന് പോലും ഇതുവഴി സഞ്ചരിക്കാൻ പേടിയാണ്. ഈ പ്രദേശത്താണ് ഭഗവാൻ ഇവിടെ വരികയും ഭഗവാൻ ഈ പ്രദേശം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മലക്ഷ്യവും കള്ളിക്കാട് പോലെ ഒരു പ്രദേശത്തെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവതാരം എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ അവതാര ലക്ഷ്യവും ഈ കള്ളിക്കാടുള്ളവർ എന്തായാലും ഈ തേവങ്കോട് ഭാഗമുള്ള ഒരു ഭാഗ്യമുള്ള, തേവങ്കോട് മാത്രമല്ല മനസ്സിൽ കൂടെ എവിടെയെങ്കിലും 2 സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ. പിന്നെ ഈ സ്ഥലത്തിന് കാര്യം പറഞ്ഞാൽ ഭഗവാന്റെ പാദസ്പർശം ഏക്കാത്ത ഒരു ഭാഗവും ഇല്ല ഈ സ്ഥലത്ത്. കാരണം ഭഗവാൻ രാത്രിയും പകലും ഇങ്ങനെ നടന്ന സ്ഥലമാണ് ഈ പ്രദേശം മൊത്തം. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് തന്നെ, ഇന്നിപ്പോൾ ഈ ഷൂട്ടിംഗ് നടക്കുന്നത് തന്നെ അത്യാത്മചിന്താലയ ആശ്രമത്തിൽ വെച്ചാണ്. അപ്പോൾ ആശ്രമത്തിൽ വെച്ച് ചെയ്യാൻ കാരണം തന്നെ 1-2 പേർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരുവനന്തപുരം വരെ വന്ന് ശരിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ അത്ര പുണ്യഭൂമിയാണ് ഇത്. കാരണം ശരിക്കും പറഞ്ഞാൽ കർമ്മഭൂമിയാണ്. ഇവിടെ ശരിക്കും ഭഗവാന്റെ സമാധി സ്ഥലം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇവിടെ. കാരണം ഭഗവാൻ ഏറ്റവും ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ്. ഇവിടെ വന്ന് എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നാമം പറഞ്ഞിട്ട് പോകുന്നുവോ അത് സബലീകരിക്കും, അതിന് ഒരു സംശയം വേണ്ട. ഇവിടെ വന്ന് നാമജപം, അത് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ ഷോഡശ മഹാമന്ത്രമാണ് ജപിക്കാനായിട്ട് ആദ്യമേ ഉപദേശിച്ചത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും, അയ്യോ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണോ, ഭഗവാൻ വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കാൻ പറഞ്ഞു. ഭഗവാൻ ആരാണ് എന്നൊന്നും പോകാനുള്ള നമുക്കറിഞ്ഞൂടാ. നമുക്ക് അതിനുള്ള ആത്മജ്ഞാനോ അത്രയ്ക്കുള്ള അറിവുകളോ ഒന്നും നമുക്കില്ല. പക്ഷേ ഭഗവാൻ ഈ അല്ല, അത് വെളിപ്പെടുത്താൻ പറ്റൂല. കാരണം ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ ഈ പറയുന്ന ആരുമല്ല. ഈ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക്, അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ ശക്തിയാണ് ഭഗവാൻ. അത് ഈശ്വര അവതാരമാണ്. അപ്പോൾ പിന്നെ ഇവരുടെ ആരുമായിട്ടും അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രൂപമായതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി അത് അറിയപ്പെടുകയുള്ളൂ. ഇനിയുള്ള തലമുറയിൽ അവരിപ്പോൾ ഒരു അവതാര യോഗിയെക്കുറിച്ച് അറിയപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത, ഷോഡശ മഹാമന്ത്രം, ഭഗവാൻ ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത എന്താണ്? ഈ മന്ത്രം എപ്പോഴും ജപിക്കാം, എവിടെ ഇരുന്ന് ജപിക്കാം, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജപിക്കാം. നാരദ മഹർഷി കലിയുഗത്തിന് വേണ്ടി ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഷോഡശ മഹാമന്ത്രം. അതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഹരേക്കാണ്. രാമനും കൃഷ്ണനേക്കാൾ ഉപരി ഹരേ. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്കണേ ഭഗവാനെ, എൻ്റെ ദുരിതം, എൻ്റെ രോഗം,
എൻ്റെ വ്യത, എൻ്റെ സാമ്പത്തിക നഷ്ടം, എൻ്റെ കുടുംബദോഷം എല്ലാം ഹരിക്കണേ എന്ത് സങ്കല്പിച്ച് ഹരേ എന്ന് പറയുന്നുവോ അത് ഹരിക്കപ്പെടും. അതാണ് ഈ മന്ത്രത്തിൻ്റെ ശക്തി. അപ്പോൾ അതിൽ എത്ര പ്രാവശ്യം രാമ എന്ന് നമ്മൾ വിളിക്കുന്നുവോ അത്രയും പ്രാവശ്യം ഹരേ എന്ന് വിളിക്കും. എത്ര പ്രാവശ്യം കൃഷ്ണ എന്ന് വിളിക്കുന്നുവോ അത്രയും പ്രാവശ്യം നമ്മൾ ഹരേ എന്ന് വിളിക്കും. ആ ഹരേ രാമ മന്ത്രമാണ് ഈ നമ്മളിപ്പോൾ ഈ പറയുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രം. രാവിലെ തൊട്ട് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന മന്ത്രധ്വനി ഇവിടെ ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നാട് മൊത്തം നന്നാവും. നാട് മൊത്തം നന്നാവുന്ന മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഇത് ശ്രമിക്കുന്ന വൃക്ഷങ്ങൾക്ക് വരെ, ചെടികൾക്ക് വരെ ശരിക്ക് ആത്മജ്ഞാനം ഉണ്ടാവും. കാരണം അതുവരെ അടുത്ത് നല്ല ജന്മത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഈ ഭഗവാനൊരു പ്രത്യേകതയുള്ളത്, ഭഗവാനുമായിട്ട് ഏതെങ്കിലും ജന്മങ്ങളിൽ ബന്ധമില്ലാത്ത ഒരാളിനും ഭഗവാനെ കാണാനോ ഭഗവാന്റെ സന്നിധിയിൽ വരാനോ സാധ്യമല്ല. മനസ്സിലായി? ഭഗവാന്റെ 3 ആശ്രമങ്ങളുണ്ട്. ഈ ആശ്രമങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഭഗവാൻ ജനിച്ച സ്ഥലമുണ്ട്. പോത്തങ്കോട് ഭഗവാൻ ജനിച്ച സ്ഥലമുണ്ട്. അതിന് ചുറ്റുപാടുമുള്ളവർ വരെ ഭഗവാനെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഭഗവാനെ കണ്ടിട്ടില്ല? ആ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാന്റെ അനുവാദം വേണം, ഭഗവാനുമായിട്ട് ബന്ധം ഉണ്ടാവണം. അപ്പോൾ ഈ ഇരിക്കുന്ന ചേച്ചിയാവട്ടെ, ചിലപ്പോൾ ഞാനാവട്ടെ, അല്ലെങ്കിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആവട്ടെ, ഭഗവാനുമായിട്ട് ഈ ജന്മം അല്ലെങ്കിൽ ഏതോ ജന്മത്തിലെ ബന്ധമുള്ളവരാണ്. അതാണിപ്പോൾ നമുക്ക് മനസ്സിൽ നേരത്തെ ഭഗവാനെ വന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അത് അതിനുള്ള സമയം ആവണം. കാരണം ഭഗവാൻ നിശ്ചയിക്കണം, ഭഗവാൻ വിളിക്കണം. പണ്ട് നമ്മൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയി എൻ്റെ മോൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ ചോദിക്കുന്നത്, അമ്മയ്ക്ക് ഇതൊക്കെ ഇപ്പോഴേ അറിയാവോ? ഞാൻ പോയി ഭഗവാന്റെ നിന്ന് കൈനീട്ടം വാങ്ങിച്ചിട്ടുണ്ട്, അവനറിയാം ഇതൊക്കെ, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, നമുക്കങ്ങനെ അന്നത്തെ ആ സാഹചര്യങ്ങളിൽ വരാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് കൈനീട്ടം വാങ്ങാനായിട്ട് ശരിക്കും പരുത്തിപ്പള്ളി വരെ ഏകദേശം ദേവങ്കോട് വരെ നീണ്ടു നിന്ന ക്യൂ ഉണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. പാലുകാച്ചിന് ഞാൻ മോളെ വീട് പാലുകാച്ചിയപ്പോഴത്തേക്ക് കാത്തും കൊണ്ട് പോയപ്പോഴത്തേക്ക് ഭഗവാൻ കൈനീട്ടം കൊച്ചുമോള കയ്യിൽ കൊടുത്തു, അവിടെ പഠിക്കുകയാണ്. ഇത് ഭഗവാന്റെ ഒരു പ്രത്യേകത, ഭഗവാന്റെ ഒരു നാണയം, ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒരു തുട്ട് വാങ്ങിയിട്ടുള്ള ഒരാളും സാമ്പത്തികമായി നശിക്കില്ല, സാമ്പത്തിക ദുഃഖം വരില്ല. അവർക്ക് മറ്റു ദുഃഖങ്ങളൊക്കെ കർമ്മഫലം കൊണ്ട് വരാം, എന്നാലും വീട്ടിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഒരു ദാരിദ്ര്യ ദേവത അതിനകത്ത് കയറില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല, ദാരിദ്ര്യ ദേവത കയറില്ല. ആ ഒരു തുട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ മഹാലക്ഷ്മി എല്ലാ ഭാഗ്യവും ഉണ്ട്. പക്ഷെ പിന്നെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ അങ്ങ് ഭഗവാൻ കൊണ്ടുപോകണുണ്ടല്ലോ. ഇല്ല, അങ്ങനെ കൊണ്ടുപോയി ചേച്ചി. നമുക്ക് ശരിക്ക് ഈ ഭഗവാന്റെ അടുത്ത് വരണവർ ചിലർ പറയും, എനിക്ക് ഇന്ന കഷ്ടതയുണ്ട്, ഇന്ന കഷ്ടത മാറിയില്ല, ഇന്നത്തെ കഷ്ടത തീരില്ല. നമുക്ക് ഈ കഷ്ടതയല്ല അനുഭവിക്കേണ്ടതുണ്ടായിരുന്നത്. നമ്മൾ അതിനേക്കാൾ വലിയ ദുരിതം അനുഭവിക്കേണ്ട നമ്മളെ ഈ ദുരിത കയത്തിൽ നിന്ന് നമുക്ക് ചെറിയ കരകയറ്റി ചെറിയ ദുരിതമേ തരണുള്ളൂ. ബാക്കിയെല്ലാം ഭഗവാൻ മാറ്റും, ഭഗവാൻ മാറ്റും. എന്നാലും ഓരോ ജന്മത്തിന് ഓരോ ഉദ്ദേശമുണ്ട്, ഓരോ ജന്മത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ ഇത്ര കർമ്മഫലങ്ങൾ അനുഭവിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ ഈ കർമ്മഫലത്തെ തന്നതാരാണ്? ഈശ്വരനാണ് തന്നത്. വിധിപിതാവ് ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്ന കർമ്മഫലത്തെ ഇവരെ പോലെ ഉള്ളവർ പൂർണ്ണമായി എടുത്ത് കളയില്ല. അത് ഈശ്വരഹിതമല്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇത് അനുഭവിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിനക്ക് ഞാൻ തന്ന നീ അനുഭവിക്കാതെ തിരിച്ചു വന്നല്ലേ, വീണ്ടും പോകാൻ പറഞ്ഞു വിടും. ഈ ജന്മം എന്നൊരു സാധനം അവസാനിക്കുന്നില്ല, വീണ്ടും പറഞ്ഞു വിടും. അപ്പോൾ ഇതേപോലെ മഹാത്മാക്കളെ കാണുകയും മഹത് സന്നിധികളിൽ വരികയും ഈ പുണ്യഭൂമിയിൽ പാദമെടുത്ത് ചവിട്ടുകയും നാമജപങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ കർമ്മഫലം അടുത്ത ജന്മങ്ങളിൽ അനുഭവിക്കേണ്ട കർമ്മഫലവും കൂടി തീർന്ന് അവിടെ മുക്തിയിലേക്ക് പോകും എന്നുള്ളതിന് സംശയം വേണ്ട. ഇന്നിപ്പോൾ ചെയ്യുന്ന ഓരോ മന്ത്രജപവും, ചേച്ചിപ്പോടെ വന്ന് ചെയ്യുന്ന ഓരോ മന്ത്രജപത്തിലും നിങ്ങളെ ജന്മങ്ങളാണ് കുറഞ്ഞു പോകണമെന്ന് അറിയുക. അത് ഒരു മന്ത്രം ജപിച്ചാൽ അതിൻ്റെ ശക്തി, 100 മന്ത്രം ജപിച്ചാൽ അതിൻ്റെ ശക്തി, 1,00,000 മന്ത്രം ജപിച്ചാൽ അതിൻ്റെ ശക്തി, 1 കോടി ജപിച്ചാൽ അതിൻ്റെ ശക്തി. ഈ ശക്തിയാൽ ഈ ആത്മാവിൽ അത്രയും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണ ഒരേ ഒരു സാധനമേ ഉള്ളൂ, ഈ പ്രാർത്ഥനാ ശക്തി. ഭഗവാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പണവും പ്രതാപവും ഭാര്യയും മക്കളും ചിതയോളം എത്തി തിരിച്ചു പോവും. പിന്നെ എന്ത് കൊണ്ടുപോകും? നമ്മൾ ചെയ്ത നന്മ തിന്മകൾ മാത്രമേ നമ്മളെ പിന്തുടരുകയുള്ളൂ. നന്മയും തിന്മയും പിന്തുടരും, ബാക്കി എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും.
എങ്ങനെ നമ്മൾ പോയോ അതുപോലെ തിരിച്ചു വരികയും ചെയ്യും. പോയപ്പോഴൊന്നും കൊണ്ടുപോയില്ല, 2 കൈയും വീശി വന്നു. ജനിച്ച് വരുന്ന കൊച്ചു ഒന്നും കൊണ്ടുവരണില്ല, ഒരു നൂല് പോലും ഇല്ലാതെയാണ് അത് വരുന്നത്. അതുപോലെയാണ് നമ്മൾ പോയതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ആ കൊണ്ടുവരുന്നത് കൊണ്ടുപോയ സാധനത്തിനെ തിരിച്ചു കൊണ്ടുവരും. തിരിച്ചെന്താണ് കൊണ്ടുപോയത്? നമ്മൾ കർമ്മം ആണ് കൊണ്ടുപോയത്. നമ്മൾ ചെയ്ത നന്മ തിന്മകൾ കൊണ്ടുപോകും. ആ നന്മ തിന്മകളുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ തിരിച്ചു വരുന്ന നന്മ തിന്മകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസത്തെ പ്രയത്നവും ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനമാണ്. സമ്പത്തൊന്നുമല്ല, ആത്മാവിൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള സാധനമാണ്. ഇതുവരെ ഉള്ളതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമായിരുന്നില്ല. ഇതുവരെ ഉണ്ടാക്കി എന്താണ്? മക്കൾ, കുടുംബം, പൈസ, വീട്, ബാക്കി ഇതെല്ലാം ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടിട്ട് പോകും. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടി സമ്പാദിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന് സമ്പാദിക്കുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ദിവസം വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് മനപ്രയാസമാണെന്ന് അറിയാം. അതങ്ങനെയാണ്. എല്ലാ ദിവസവും ഇവിടെ എത്തും. ഇപ്പം ഈ 41 ദിവസം എൻ്റെ ഒരു പ്രാർത്ഥന അതെ, അവസാനം വരെ എനിക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യം അത് ഭഗവാൻ അനുഗ്രഹിക്കും. കാരണം ഭഗവാന് ഭക്തരെ ഭയങ്കര ഇഷ്ടമാണ്. ഭക്തവത്സലനാണ്. കഴിച്ചിട്ടേ പോവാം. ഭക്തവത്സലനാണ്. ഭക്തവത്സലം മാത്രമല്ല, അന്നദാന പ്രഭുവാണ് ഭഗവാൻ. ഈ ഒന്ന് ഭക്തവത്സലനാണ്. ഒരു ഭക്തിയോടുകൂടി ഭഗവാനെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അതിന് നിവൃത്തി ഉണ്ടാക്കും. കാരണം എത്രയോ പേര്, ഞാൻ ഇപ്പം ചാച്ചിയുടെ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ചാനൽ കണ്ടിട്ട് പല ഭാഗത്ത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല രാജ്യങ്ങളിലിരുന്ന് ഭഗവാനെ കണ്ടിട്ടേ ഇല്ല. ഭഗവാനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഭഗവാന്റെ ഈ ചാനൽ കണ്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചവർക്കെല്ലാം അവർ പോലും ജീവിതത്തിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, ഭഗവാന്റെ തിരുനടയിൽ വരുന്നവർക്കുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണം. എന്ത് ഭാഗ്യം ചെയ്തവരാണെന്ന് വിചാരിച്ചോളുക. ഓരോരുത്തർ തന്നെ വരാനായിട്ട് അതൊന്ന് ഭഗവാന്റെ സന്നിധിയിൽ എത്താൻ വേണ്ടി അവർ കൊതിക്കുകയാണ്. സന്നിധിയിലെത്താൻ വേണ്ടി. ഭഗവാൻ ഇപ്പോൾ സർവ്വവ്യാപിയാണ്. ഇപ്പം ഭഗവാൻ പഴയതിനേക്കാൾ ശക്തനായിട്ട്. അത് തന്നെയാണ് എൻ്റെ അനുഭവം. എനിക്ക് അതുവരെ എന്നെ ഒരു ഇതുമില്ല, ഒരു അറിവുമില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇവിടെ വന്നത് മുതൽ പിന്നെ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാനേ കഴിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഈ കഴിവിൻ്റെ അങ്ങറ്റം. ഇന്നിപ്പോൾ കാലവർഷം തന്നെ വളരെ മോശമായിരിക്കുന്ന ഈ സമയത്തും ഇന്ന് ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്തും ചേച്ചിക്ക് എന്തായാലും ഇവിടെ വന്ന് ഭഗവാന്റെ ഈ ചാനലിൽ കുറച്ച് നേരമെങ്കിലും വന്ന് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്ര സമയം പറയാനായിട്ട് അനുവാദം തന്നതും തമ്പുരാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതിൽ എത്രയോ പേരുണ്ട് ഇവിടെ, എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കത് അവസരം ഭഗവാൻ കൊടുക്കാറില്ല. അവർക്ക് ഈ ചാനലിൽ ഒന്നിനും സംസാരിക്കാൻ തോന്നാറില്ല. അവർക്ക് ചേച്ചിക്ക് തോന്നിയത് തന്നെ തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചാനലിൽ വരാനും ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനും കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു ഞാൻ. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു അജിത അനുഭവം പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാമെന്നുള്ള അനുഭവം വന്നു, ഇവിടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ധൈര്യമായിട്ട് വന്നു. വളരെ കാലത്തെ അനുഭവം ഇല്ലെങ്കിലും വളരെ ചുരുങ്ങിയ കാലത്തെ അനുഭവം മാത്രമേ. അനുഭവം ഞാൻ വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് കാലം നമുക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചിലപ്പം ഭഗവാന്റെ ഭക്തർ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഭഗവാനെ കണ്ട ഭക്തർക്കുള്ള ഭക്തി ചിലപ്പം 100 വർഷം നിന്നവർക്ക് ഉണ്ടാവണമെന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഭക്തി ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഈ അമ്പലങ്ങളിൽ പോയി ഫ്രണ്ടിൽ തന്നെ പോയി നിന്ന് VIP ആയിട്ട് നിൽക്കുന്ന അവർക്ക് ചിലപ്പോൾ കിട്ടുന്നതിനേക്കാൾ അനുഗ്രഹം ദൂരെ കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്നത് കിട്ടത്തില്ല. കാരണം ഭഗവാൻ അമ്മ അല്ലെങ്കിൽ ആ ദേവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് നേരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ ഇരിക്കുന്നവരല്ല നോക്കുന്നത്. സൈഡിലോട്ട് എത്തിയൊക്കെ അല്ല ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ നേരെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരെ നിന്നാലും കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കാണുകയാണ്. അല്ലാതെ സൈഡിൽ ഞാൻ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ പറയണത് ഭഗവാൻ കേൾക്കും, ദൂരെ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ സർവ്വവ്യാപിയാണ്. എവിടെ ലോകത്തിൻ്റെ യാത് മൂലയിലിരുന്ന്, കാരണം പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയാണ് ഭഗവാൻ ചിന്താലേശ്വരൻ. അതുകൊണ്ട് യാത് മൂലയിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും, അതിന് സംശയം വേണ്ട. എന്തായാലും ചേച്ചി ഭാഗ്യവതിയാണ്. ഈ സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഡെയിലി ഈ പുണ്യഭൂമിയിൽ വരാനും ഇവിടുത്തെ നാമജപത്തിൽ പങ്കെടുക്കാനും ഭാഗ്യം സിദ്ധിച്ചത് നിസ്സാരമായിട്ട് കാണണ്ട.
അത് ഇവിടെ ചുറ്റുപാടുള്ളവർക്ക് പോലും അതിനുള്ള അവസരം നിഷേധിച്ചില്ല. അവർക്ക് തോന്നൂല, അവർക്ക് സാധിക്കില്ല. 41 ദിവസമെങ്കിലും മുടങ്ങാതെ വരാൻ പറ്റുന്നത്, അത് വരാൻ പറ്റും. നിങ്ങൾക്ക് ആ മനസ്സുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞില്ലേ ഭക്തവത്സലനാണ്, അതുകൊണ്ട് ഭഗവാൻ അതിനുള്ള അനുവാദം തരും. അപ്പോൾ എന്നാലും ഇത്രയും സമയം വന്ന് ചാനലിൽ വന്ന് ഭക്തർക്ക് വേണ്ടി ചെലവഴിച്ചതിന് ചേച്ചിക്ക് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച ചാനലിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.